നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോപ്പിൽ ആഞ്ഞടിക്കുന്ന കടുത്ത ഉഷ്ണതരംഗം ജനജീവിതം പൂർണ്ണമായി ദുസ്സഹമാക്കിക്കൊണ്ട് സർവകാല താപനില റെക്കോർഡുകൾ തകർക്കുകയാണ്. ഫ്രാൻസിലും ബ്രിട്ടനിലും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ജൂൺ മാസത്തെ ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടുത്ത ചൂടിനെ തുടർന്ന് ജർമ്മനിയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. UK-യിൽ കഴിഞ്ഞ 50 വർഷത്തെ റെക്കോർഡാണ് തകർന്നത്. ബ്രിട്ടനിൽ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ജൂൺ ദിനമാണ് ബുധനാഴ്ച രേഖപ്പെടുത്തിയത്. ലണ്ടന് സമീപമുള്ള ഗോസ്പോർട്ടിൽ 36.1 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. 1957-ലും 1976-ലും രേഖപ്പെടുത്തിയ 35.6 സെൽഷ്യസ് എന്ന 50 വർഷത്തെ പഴക്കമുള്ള ജൂൺ റെക്കോർഡാണ് ഇതോടെ തകർന്നത്. ബ്രിട്ടനിലെ എക്കാലത്തെയും ഉയർന്ന ചൂട് 2022 ജൂലൈയിലെ 40.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. UK-യിലെ കടുത്ത ചൂട് കാരണം കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി 1000-ലധികം സ്കൂളുകൾ പൂർണ്ണമായി അടയ്ക്കുകയോ പ്രവൃത്തി സമയം വെട്ടിച്ചുരുക്കുകയോ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിൽ റെക്കോർഡ് തരംഗമാണ്. റോഡുകൾ ഉരുകിയൊലിച്ചു. 10,000-കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കടുത്ത ചൂടിൽ റോഡുകളിലെ ടാർ ഉരുകി ഒലിക്കുന്ന അവസ്ഥയാണുള്ളത്. ആളുകൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നഗരങ്ങളിലെ കനാലുകളിൽ ചാടുകയാണ്. പാരീസിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 40.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ബുധനാഴ്ച രേഖപ്പെടുത്തിയത്. 1947-ന് ശേഷമുള്ള ഏറ്റവും ചൂടേറിയ ദിവസമായി. വരും ദിവസങ്ങളിൽ ജർമ്മനി, നെതർലൻഡ്സ്, ബെൽജിയം എന്നീ രാജ്യങ്ങളിൽ ചൂട് ഇനിയും ഉയരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ജർമ്മനിയിൽ ഉടനീളമുള്ള റെയിൽ ഗതാഗതത്തെ അർദ്ധരാത്രിയിൽ പൂർണ്ണമായി സ്തംഭിപ്പിച്ച വൻ IT പ്രതിസന്ധിക്ക് കാരണം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ എന്ന് വെളിപ്പെടുത്തൽ. ചൊവ്വാഴ്ച രാത്രിയാണ് ജർമ്മൻ നാഷണൽ റെയിൽവേയായ ഡോയ്ച്ചെ ബാനിലെ ഡിജിറ്റൽ റേഡിയോ സംവിധാനം പണിമുടക്കിയത്. ഇതേ തുടർന്ന് ദീർഘദൂര അതിവേഗ ട്രെയിനുകൾ ഉൾപ്പെടെ രാജ്യം മുഴുവനുള്ള സർവീസുകൾ 90 മിനിറ്റോളം പാതി വഴിയിൽ അടിയന്തരമായി നിർത്തിയിടേണ്ടി വന്നത് വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. പഴഞ്ചൻ 2G നെറ്റ്വർക്ക് വില്ലനായി. ലോക്കോ പൈലറ്റുമാരും കൺട്രോൾ റൂമും തമ്മിൽ ബന്ധപ്പെടുന്ന ജർമ്മൻ റെയിൽവേയുടെ സുപ്രധാന സുരക്ഷാ ശൃംഖല ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള 2G സാങ്കേതിക വിദ്യയിലാണ്. ഈ സംവിധാനം വലിയൊരു സുരക്ഷാ ഭീഷണിയാണെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. റേഡിയോ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായി തകരാറിലായതോടെ ട്രെയിനുകളുടെ സുരക്ഷ മുൻനിർത്തി സർവീസുകൾ അടുത്തുള്ള സ്റ്റേഷനുകളിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നീട് യുദ്ധകാലാടിസ്ഥാനത്തിൽ IT വിദഗ്ധർ രംഗത്തെത്തി എമർജൻസി ബാക്കപ്പ് സിസ്റ്റം വഴിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. സിസ്റ്റം തകരാറ് മൂലം ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് വലഞ്ഞത്. നിലവിലെ പഴഞ്ചൻ സംവിധാനം മാറ്റി അത്യാധുനിക 5G സാങ്കേതിക വിദ്യയിലേക്ക് മാറാൻ റെയിൽവേ പദ്ധതി ഇടുന്നുണ്ടെങ്കിലും രാജ്യം മുഴുവൻ ഇത് നടപ്പിലാക്കുക എന്നത് കോടിക്കണക്കിന് യൂറോ ചെലവഴിക്കേണ്ടി വരുന്ന ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. ജർമ്മനിയിൽ ചരിത്രപരമായ ആരോഗ്യ പരിഷ്കരണത്തിന് അംഗീകാരം ലഭിച്ചു. ഇൻഷുറൻസ് തുക കൂടുന്നത് തടയാൻ വൻ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. മരുന്നുകൾക്ക് വില കൂടും. ഹോമിയോപ്പതിക്കും കഞ്ചാവിനും ഇനി ഇൻഷുറൻസ് നൽകില്ല. ജർമ്മനിയിലെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം തുക കുതിച്ചുയരുന്നത് തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ചരിത്രപരമായ ആരോഗ്യ പരിഷ്കരണ നിയമത്തിന്റെ കരട് രേഖയ്ക്ക് ഫെഡറൽ ക്യാബിനറ്റ് അംഗീകാരം നൽകി. കോടിക്കണക്കിന് യൂറോയുടെ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും ഇൻഷുറൻസ് കമ്പനികളെ രക്ഷിക്കാനും പൊതുജനങ്ങൾക്ക് മേൽ അധിക പ്രീമിയം ഭാരം വരുന്നത് ഒഴിവാക്കാനുമാണ് ഈ അടിയന്തര നീക്കമെന്ന് ചാൻസലർ ഫ്രീഡറിഷ് മെർസ് വ്യക്തമാക്കി. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കരണമാണിത്. ഭരണപക്ഷത്തെ സഖ്യകക്ഷിയായ SPD-യുമായി കടുത്ത ചർച്ചകൾക്കൊടുവിലാണ് ഈ ചരിത്ര തീരുമാനത്തിൽ എത്തിച്ചേർന്നതെന്ന് ചാൻസലർ മെർസ് കൂട്ടിച്ചേർത്തു. പുതിയ പരിഷ്കരണത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കിയാൽ മരുന്നുകൾക്ക് വില കൂടും. നിലവിൽ ഡോക്ടർമാർ എഴുതിത്തരുന്ന പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ വലിയ തോതിൽ സബ്സിഡി നൽകാറുണ്ട്. എന്നാൽ പുതിയ നിയമപ്രകാരം മരുന്നുകൾ വാങ്ങുമ്പോൾ ഇൻഷുറൻസ് ഉള്ളവരും കയ്യിൽ നിന്നും കൂടുതൽ തുക നൽകേണ്ടി വരും. ഹോമിയോപ്പതിയും കഞ്ചാവും ഒഴിവാക്കി. ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന കഞ്ചാവ് പൂക്കളും ഹോമിയോപ്പതി മരുന്നുകളും ഇനി മുതൽ ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടില്ല. ഇവയ്ക്കുള്ള ചെലവുകൾ ഇൻഷുറൻസ് കമ്പനികൾ നൽകില്ല. അതേസമയം പഞ്ചസാരയ്ക്ക് നികുതി വരികയാണ്. 2028 മുതൽ ജർമ്മനിയിൽ മധുരപാനീയങ്ങൾ വാങ്ങുമ്പോൾ പുതിയ നികുതി ഏർപ്പെടുത്തും. ജോലിയില്ലാത്തവരുടെ ഇൻഷുറൻസ് സർക്കാർ ഏറ്റെടുക്കും.
തൊഴിലില്ലായ്മ വേതനം വാങ്ങുന്നവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് തുക ഇത്രയും കാലം ഇൻഷുറൻസ് കമ്പനികളാണ് വഹിച്ചിരുന്നത്. ഇനി മുതൽ ഈ തുക ഫെഡറൽ സർക്കാർ നേരിട്ട് നൽകും. അതേസമയം തൊഴിൽ രഹിതരായ പങ്കാളികൾക്ക് സൗജന്യ ഇൻഷുറൻസ് നിർത്തിയേക്കും. ജോലിയില്ലാത്ത പങ്കാളികൾക്ക്, അതായത് ഡൊമസ്റ്റിക് പാർട്ട്നേഴ്സോട് സ്പൗസസ്, നിലവിലുള്ള പൂർണ്ണ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയിൽ മാറ്റം വരുത്തും. ഇവർക്കായി 2.5% പ്രീമിയം ഏർപ്പെടുത്തും. എന്നാൽ 7 വയസ്സിന് താഴെ കുട്ടികളുള്ള കുടുംബങ്ങൾ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ, രോഗികളെ പരിചരിക്കുന്നവർ, അതായത് കെയർ ഗീവേഴ്സ്, പെൻഷൻകാർ എന്നിവർക്ക് ഇതിൽ ഇളവുണ്ടാകും. ഇൻഷുറൻസ് കമ്പനികളുടെ പരസ്യങ്ങൾ, ഭരണം എന്നിവയ്ക്കുള്ള ചെലവുകൾ വെട്ടിക്കുറയ്ക്കും. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെയും ഡോക്ടർമാരുടെ അസോസിയേഷനുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിന് പരിധി നിശ്ചയിക്കും. ജർമ്മനിയിൽ ഈ വർഷം മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് വിഹിതത്തിൽ 3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം കടുത്ത വിമർശനവുമായി മെഡിക്കൽ അസോസിയേഷനുകൾ രംഗത്ത് വന്നു. സർക്കാർ ഇതിനെ ചരിത്രപരമായ പരിഷ്കാരം എന്ന് വിളിക്കുമ്പോൾ ഇത് വെറുമൊരു വെട്ടിക്കുറയ്ക്കൽ മാത്രമാണെന്നാണ് ജർമ്മൻ മെഡിക്കൽ അസോസിയേഷനും പേഷ്യന്റ് പ്രൊട്ടക്ഷൻ ഫോറങ്ങളും ആരോപിക്കുന്നത്. ക്യാബിനറ്റ് അംഗീകരിച്ച് കരട് നിയമം അടുത്തതായി ജർമ്മൻ പാർലമെന്റിൽ വോട്ടിനിടും. പ്രതിപക്ഷത്തു നിന്നും കടുത്ത ചർച്ചകൾ, എതിർപ്പുകളും ഈ നിയമം നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജർമ്മനിയിലെ പ്രവാസി മലയാളികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളെയും പ്രതിമാസ ബജറ്റിനെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ പുതിയ നിയമം. പ്രത്യേകിച്ച് ഫാമിലി റീയൂണിയനിൽ എത്തിയിട്ടുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇവർക്ക് ആർക്കെങ്കിലും ജോലി ഇല്ല എങ്കിൽ പുതുതായി അവർക്കും ഇൻഷുറൻസ് പ്രീമിയം ജോലിയുള്ളയാൾ നൽകേണ്ടി വരുമെന്നാണ് പുതിയ നിയമത്തിലൂടെ വ്യക്തമാക്കുന്നത്. ലാലേട്ടനും സംഘവും ജർമ്മനിയിലെത്തി. ഓബർഹൗസൻ അറീനയെ ഇളക്കിമറിക്കാൻ മോഹൻലാൽ മെഗാ ഷോ ജൂൺ 26 വെള്ളിയാഴ്ച അരങ്ങേറും. ലാൽ മാജിക് ആയിരിക്കും അവിടെ ഉണ്ടാവുക. യൂറോപ്യൻ മലയാളി പ്രവാസികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിരുന്നിന് ജർമ്മനിയിലെ പ്രശസ്തമായ ഓബർഹൗസനിലെ റുഡോൾഫ് വെയ്ബർ അരീന ഒരുങ്ങിക്കഴിഞ്ഞു. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സൂപ്പർ താരം മോഹൻലാലും ഒപ്പമുള്ള വൻ താരനിരയും മെഗാ സ്റ്റേജ് ഷോയ്ക്കായി ജർമ്മനിയിൽ എത്തിച്ചേർന്നു. ഡൂസൽഡോർഫിൽ വിമാനമിറങ്ങിയ ലാലേട്ടനോടൊപ്പം മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയും ഉണ്ടായിരുന്നു. ജൂൺ 26 വെള്ളിയാഴ്ചയാണ് പ്രവാസ ലോകം കാത്തിരിക്കുന്ന ഈ ദൃശ്യവിരുന്ന് അരങ്ങേറുന്നത്. ജർമ്മനിയിൽ ലാലേട്ടൻ എത്തുന്ന വാർത്ത അറിഞ്ഞത് മുതൽ യൂറോപ്പിലെമ്പാടുമുള്ള മലയാളി കുടുംബങ്ങളും കൂട്ടായ്മകളും ആരാധകരും വൻ ആവേശത്തിലാണ്. വേബർ അറീനയെ പൂരപ്പുറമ്പാക്കാൻ വൻ താരനിരയാണ് ഉള്ളത്. മോഹൻലാലിനൊപ്പം മലയാള സിനിമയിലെയും സംഗീത ലോകത്തെയും പ്രമുഖരായ ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിന്റെ വാനമ്പാടി KS ചിത്രയും വിധു പ്രതാപ് തുടങ്ങിയ താരങ്ങളാണ് പ്രവാസികൾക്ക് വിസ്മയമൊരുക്കാൻ ഒപ്പം എത്തിയിരിക്കുന്നത്. ആവേശം നിറയ്ക്കാൻ ലാലേട്ടൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. തന്റെ എക്കാലത്തെയും മാസ് ഡയലോഗുകളും നൃത്തരംഗങ്ങളുമായി സ്റ്റേജിൽ ലാലേട്ടൻ എത്തുമ്പോൾ അറീനയിൽ പൂരപ്പൊരിച്ചിലായിരിക്കും അരങ്ങേറുക. ജനപ്രിയ ഗായകർ അണിനിരക്കുന്ന ലൈവ് മ്യൂസിക് ഷോയും ഒപ്പം നാട്ടിലെ പ്രമുഖ ഹാസ്യതാരങ്ങൾ നയിക്കുന്ന സ്കിറ്റുകളും പ്രവാസി മലയാളി കുടുംബങ്ങൾക്ക് ചിരിയുടെയും ചിന്തയുടെയും ഒരു പുത്തൻ അനുഭവമായിരിക്കും സമ്മാനിക്കുക. ജർമ്മനിയിലെ മലയാളികൾക്ക് പുറമെ UK, ഫ്രാൻസ്, നെതർലൻഡ്സ്, ബെൽജിയം തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രവാസികളാണ് ഓബർഹൗസൻ അറീനയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഓബർഹൗസനിലെ റുഡോൾഫ് വേബർ അറീനയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. ഷോയുടെ ടിക്കറ്റുകളെല്ലാം ഇതിനകം തന്നെ റെക്കോർഡ് വേഗതയിലാണ് വിറ്റ് തീർന്നത്. പ്രവാസ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി നാട്ടിലെ ഒരു വൻ ഉത്സവാന്തരീക്ഷം ജർമ്മനിയിൽ നേരിട്ട് അനുഭവിക്കാൻ ലഭിക്കുന്ന ഈ സുവർണാവസരം കാണാൻ പ്രവാസി ഓൺലൈൻ ടീമും ഓബർഹൗസനിൽ സജീവമായി രംഗത്തുണ്ടാവും. കർട്ടൻ ഉയരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ജർമ്മനി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മലയാളി സാംസ്കാരിക പൂരത്തിനാണ് ഓബർഹൗസനിലെ റുഡോൾഫ് വെയ്ബർ അരീന സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ജർമ്മനിയിലെ പ്രമുഖ മാധ്യമങ്ങളെ ആകെ പിടിച്ചുലച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിവാദത്തെക്കുറിച്ചുള്ള വാർത്തയാണ് അടുത്തത്. വാർത്തകളുടെയും വിശകലനങ്ങളുടെയും കൃത്യതയ്ക്ക് ലോകമെങ്ങും പേരുകേട്ട ജർമ്മൻ മുഖ്യധാര മാധ്യമങ്ങളെ ആകെ നാണക്കേടിലാഴ്ത്തി വൻ AI വിവാദം ഉണ്ടായിരിക്കുകയാണ്. വായനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്ക് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ രാഷ്ട്രീയ ലേഖനങ്ങളും എഡിറ്റോറിയലുകളും പ്രസിദ്ധീകരിച്ച 2 പ്രമുഖ ജർമ്മൻ പത്രങ്ങൾക്കൊടുവിൽ വായനക്കാരോട് പരസ്യമായി മാപ്പ് ചോദിച്ച് ആ ലേഖനങ്ങൾ വെബ്സൈറ്റുകളിൽ നിന്നും നീക്കം ചെയ്യേണ്ടി വന്നു. മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനശിലയായ വിശ്വാസ്യതയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ എങ്ങനെ ഭീഷണിയാകുന്നു എന്നതിനെക്കുറിച്ചുള്ള കടുത്ത ചർച്ചകൾക്കാണ് ജർമ്മനിയിൽ ഇത് തുടക്കമിട്ടിരിക്കുന്നത്. AI എന്നത് മാധ്യമ പ്രവർത്തനത്തെ സഹായിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണെന്നും അതിനെ പൂർണ്ണമായി ചിന്തിക്കാൻ ഏൽപ്പിക്കുന്നത് അപകടകരമാണെന്നുമാണ് ഈ ജർമ്മൻ വിവാദം തെളിയിക്കുന്നത്. അതേസമയം ഓൺലൈൻ വാർത്താ പോർട്ടലുകൾ നടത്തുന്നവർക്ക് കൺതുറപ്പിക്കുന്ന ഒന്നാണ്
ഒന്നാണ് ഈ സംഭവം. എന്നാൽ പ്രവാസി ഓൺലൈൻ തനതായ ശൈലിയിലൂടെ കഴിഞ്ഞ 26 വർഷമായി സ്വന്തമായി ചമയ്ക്കുന്ന വാർത്തകളാണ് നിങ്ങൾക്കായി നൽകി വരുന്നത്. വത്തിക്കാന്റെ ശക്തമായ തിരുത്തിൽ കുർബാന മധ്യേ വചന സന്ദേശം നൽകാൻ അൽമായർക്ക് അനുമതിയില്ലെന്നാണ് ജർമ്മൻ ബിഷപ്പുമാരുടെ ആവശ്യം തള്ളിക്കൊണ്ട് വത്തിക്കാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കത്തോലിക്ക സഭയിലെ വിശുദ്ധ കുർബാന മധ്യേ വചന സന്ദേശം നൽകാൻ അൽമായർക്ക് അനുമതി നൽകണമെന്ന ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസിന്റെ ഔദ്യോഗിക ആവശ്യം വത്തിക്കാൻ പൂർണ്ണമായി തള്ളി. കുർബാനയിൽ സുവിശേഷം വായിക്കുന്ന പുരോഹിതൻ തന്നെയാണ് സുവിശേഷ വ്യാഖ്യാനവും നൽകേണ്ടതെന്ന കത്തോലിക്ക സഭയുടെ പരമ്പരാഗത നിയമത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ജർമ്മൻ കത്തോലിക്ക സഭ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പരിഷ്കരണ പ്രക്രിയയായ സിനഡൽ പാത്ത് ചർച്ചകളുടെ ഭാഗമായാണ് അൽമായർക്ക് പ്രസംഗിക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യം ഉയർന്നു വന്നത്. എന്നാൽ സഭയുടെ ആഗോള ആരാധനക്രമ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഇത്തരം നീക്കങ്ങൾ അനുവദിക്കാനാകില്ലെന്നാണ് മാർപ്പാപ്പായുടെ ഉന്നത കാര്യാലയം വ്യക്തമാക്കിയത്. ജർമ്മനിയിലെ കത്തോലിക്ക സഭയിൽ വിശ്വാസികളുടെ എണ്ണം കുറയുന്നതും വൈദികരുടെ കടുത്ത ക്ഷാമവും മുൻനിർത്തിയാണ് സഭാ ഭരണത്തിലും ആരാധനാക്രമത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ ജർമ്മൻ ബിഷപ്പുമാർ ആഗ്രഹിക്കുന്നത്. അൽമായർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുക, വനിതകൾക്ക് സഭയിൽ കൂടുതൽ വലിയ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജർമ്മനിയിലെ പ്രവാസി മലയാളി കത്തോലിക്ക കൂട്ടായ്മകളും ഏറെ താൽപര്യത്തോടെ വീക്ഷിക്കുന്ന ഒന്നാണ് വത്തിക്കാന്റെ ഈ പുതിയ കർശന നിലപാട്. ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനമായ എയർബസ് A380 മോഡലുകളുടെ ചിറകുകളിൽ വിള്ളലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തര സുരക്ഷാ പരിശോധനയ്ക്ക് ഉത്തരവിട്ട് കൊളോൺ ആസ്ഥാനമായുള്ള യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി. പ്രമുഖ വിമാന കമ്പനികളായ എമിറേറ്റ്സ്, ക്വാണ്ടാസ് എന്നിവയുടെ വിമാനങ്ങളിലാണ് ഈ സാങ്കേതിക തകരാർ കണ്ടെത്തിയത്. ആകെ 16 വിമാനങ്ങളിലാണ് നിലവിൽ വിള്ളലുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എയർലൈൻസിന്റെ 5 സൂപ്പർ ജംബോ വിമാനങ്ങൾ അടിയന്തരമായി സർവീസിൽ നിന്നും പിൻവലിച്ചു. ഇവ ബുധനാഴ്ച മുതൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ A380 ഫ്ലീറ്റുള്ള എമിറേറ്റ്സിനെ കൂടാതെ ലുഫ്താൻസ, ബ്രിട്ടീഷ് എയർവേസ്, ഖത്തർ എയർവേസ് തുടങ്ങിയ കമ്പനികളും ഈ സൂപ്പർ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. 2021 ഡിസംബറോടെ എയർബസ് കമ്പനി ഈ മോഡലിന്റെ ഉൽപാദനം പൂർണ്ണമായി അവസാനിപ്പിച്ചിരുന്നു. നെതർലൻഡ്സിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് ആദ്യമായി ദയാവധം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പ്രധാന വിശദാംശങ്ങൾ പുറത്തുവന്നു. നെതർലൻഡ്സിൽ നിലവിലുണ്ടായിരുന്ന നിയമ ഭേദഗതിക്ക് ശേഷം 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് ഔദ്യോഗികമായി ദയാവധം നൽകുന്ന ആദ്യ സംഭവമാണിത്. കഠിനമായ രോഗബാധയാൽ സുഖപ്പെടാൻ സാധ്യതയില്ലാത്ത കുട്ടിക്ക് ഡോക്ടർമാരുടെ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് ഇതിന് അനുമതി നൽകിയത്. നിയമപരമായ പശ്ചാത്തലത്തിൽ മുൻപ് നെതർലൻഡ്സിൽ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 12 വയസ്സിന് മുകളിലുള്ള ും മാത്രമായിരുന്നു ദയാവധത്തിന് നിയമപരമായ അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ 1 മുതൽ 11 വയസ്സ് വരെയുള്ള മാരകമായ രോഗങ്ങളാൽ കഠിനമായി വേദന അനുഭവിക്കുന്ന കുട്ടികൾക്കും ദയാവധം അനുവദിക്കാമെന്ന് കഴിഞ്ഞ വർഷം സർക്കാർ നിയമം പരിഷ്കരിച്ചിരുന്നു. ഇറ്റലിയിൽ ഇന്ത്യൻ യുവതികൾക്ക് നേരെയുണ്ടായ വംശീയ അധിക്ഷേപവും അതിനെതിരെ അവർ നടത്തിയ ശക്തമായ പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇറ്റലിയിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഒരു കൂട്ടം ഇന്ത്യൻ യുവതികൾക്ക് നേരെ അവിടുത്തെ ജീവനക്കാരൻ വംശീയവും ഇന്ത്യ വിരുദ്ധവുമായ അധിക്ഷേപങ്ങൾ ചൊരിയുകയായിരുന്നു. വംശീയ അധിക്ഷേപം കേട്ട് ഭയന്ന് പിന്മാറാൻ യുവതികൾ തയ്യാറായില്ല. അവർ ശക്തമായ ഭാഷയിൽ ജീവനക്കാരനോട് പ്രതികരിക്കുകയും ചെയ്ത സംഭവം ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് തർക്കം കനത്തതോടെ സ്ഥലത്തേക്ക് ഇറ്റാലിയൻ പോലീസ് പാഞ്ഞെത്തി. ഒടുവിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ റെസ്റ്റോറന്റ് ജീവനക്കാരനായ ഹുസൈൻ എന്നയാൾക്ക് ഇന്ത്യൻ യുവതികളോടും ഇന്ത്യയോടും പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു. ഖുഷി ദുബൈ എന്ന ഇന്ത്യൻ യുവതിയാണ് ഇതാണ് ഇറ്റലിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. ജർമ്മൻ ദേശീയ ഫുട്ബോൾ ടീം താരം ഡെന്നീസ് ഉണ്ടാവുമായി ബന്ധപ്പെട്ട കോച്ച് ജൂലിയൻ നാഗൽസ്മാൻ എടുത്ത നിർണായക തീരുമാനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് അടുത്തത്. ജർമ്മൻ കോച്ച് ജൂലിയൻ നാഗൽസ്മാൻ ടീമിന്റെ മുന്നേറ്റ നിര താരം ഡെന്നീസ് ഉണ്ടാവുമായി ബന്ധപ്പെട്ട ഒരു നിർണായക തീരുമാനം എടുത്തു കഴിഞ്ഞു. നിലവിൽ മികച്ച ഫോമിലുള്ള ഡെന്നീസ് ഉണ്ടാവ് ജർമ്മൻ ടീമിൽ കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരാനിരിക്കുന്ന പ്രധാന മത്സരങ്ങളിൽ താരത്തെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഈ പുതിയ തന്ത്രപരമായ നീക്കം. യൂറോപ്പിലെ പ്രമുഖ മാധ്യമം പുറത്തുവിട്ട ഈ വാർത്ത ജർമ്മൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ടീമിന്റെ ആക്രമണ നിരക്ക് കൂടുതൽ കരുത്തു പകരാൻ ഉണ്ടാവിന്റെ സാന്നിധ്യം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ.
മോദി സർക്കാരിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിദേശ സംഭാവന നിയന്ത്രണ നിയമം ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പ്രധാന വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. ഇത് നോക്കുമ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ഫണ്ടയക്കുന്ന പ്രവാസി സംഘടനകളും നാട്ടിലെ സന്നദ്ധ സംഘടനകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് ഇനി പറയുന്നത്. ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾക്കും ട്രസ്റ്റുകൾക്കും വിദേശത്ത് നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള വിദേശ സംഭാവന നിയന്ത്രണ നിയമ ചട്ടങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു പടി കൂടി കർശനമാക്കി. രാജ്യസുരക്ഷ മുൻനിർത്തിയും വിദേശ ഫണ്ടുകളുടെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭേദഗതികൾ വരുത്തിയിട്ടുള്ളത്. ഉത്തരവിലെ പ്രധാന വിശദാംശങ്ങൾ പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾക്ക് കർശന നിരീക്ഷണം വരും. വിദേശത്ത് നിന്ന് വരുന്ന പണം സ്വീകരിക്കുന്നതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ന്യൂഡൽഹി മെയിൻ ബ്രാഞ്ചിൽ മാത്രമേ അക്കൗണ്ട് അനുവദിക്കൂ എന്ന നിയമം നിലവിലുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം ഈ തുക മാറ്റുന്ന മറ്റ് പ്രാദേശിക ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളും അവയുടെ പണം ചെലവഴിക്കൽ രീതികളും കേന്ദ്ര ഏജൻസികൾക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം. ഒരു സംഘടന അതിന്റെ രജിസ്ട്രേഷൻ അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പുതുക്കുമ്പോഴോ ആ സംഘടനയുടെ എല്ലാ ഭാരവാഹികളും മറ്റ് പ്രധാന അംഗങ്ങളും തങ്ങൾക്ക് യാതൊരുവിധ മതപരിവർത്തന പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ വർഗീയ സംഘർഷങ്ങളിലോ പങ്കില്ലെന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടി വരും. വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ഫണ്ടിന്റെ വലിയൊരു പങ്ക് സംഘടനകളുടെ ഓഫീസുകളുടെയും നടത്തിപ്പിനും ശമ്പളത്തിനുമായി ഉപയോഗിക്കുന്നത് തടയാൻ പുതിയ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ലഭിക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗവും ഏത് ജീവകാരുണ്യ ആവശ്യത്തിനാണോ അപേക്ഷിച്ചത് അതിന് തന്നെ വിനിയോഗിക്കണം. വിദേശത്ത് നിന്ന് FCRA അക്കൗണ്ട് വഴി പണം കൈപ്പറ്റുന്ന ഒരു സംഘടനയ്ക്ക് ആ തുക നാട്ടിലുള്ള മറ്റൊരു സംഘടനയ്ക്ക് കൈമാറാൻ അനുവാദമില്ല. ഏത് സംഘടനയാണോ ഫണ്ട് വാങ്ങിയത് അവർ തന്നെ അത് നേരിട്ട് ചെലവഴിക്കണം. നിയമം ലംഘിച്ചാൽ കാത്തിരിക്കുന്നത് കർശന നടപടികളാണ്. പുതിയ ചട്ടങ്ങൾ ലംഘിക്കുകയോ കൃത്യമായ സമയത്ത് വാർഷിക കണക്കുകൾ സമർപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ സംഘടനകളുടെ ലൈസൻസ് ഉടനടി റദ്ദാക്കാനും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ആഭ്യന്തര മന്ത്രാലയത്തിന് പൂർണ്ണ അധികാരമുണ്ടാവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലെ ആയിരക്കണക്കിന് സന്നദ്ധ സംഘടനകളുടെ FCRA ലൈസൻസുകൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു. യൂറോപ്പിലും ജർമ്മനിയിലുമുള്ള പല മലയാളി പ്രവാസി കൂട്ടായ്മകളും നാട്ടിലെ വിവിധ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വഴിയാണ് ചികിത്സാ സഹായങ്ങളും വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും നൽകാറുള്ളത്. അതിനാൽ നിങ്ങൾ പണം അയക്കുന്ന നാട്ടിലെ സംഘടനകൾക്ക് കൃത്യമായ FCRA ലൈസൻസ് ഉണ്ടെന്നും അവർ പുതിയ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നത് ഭാവിയിലെ നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇന്ത്യൻ പൗരനായ യാത്രക്കാരൻ ഫ്ലൈറ്റ് അറ്റൻഡന്റായ യുവതിയോട് മോശമായ രീതിയിൽ പെരുമാറുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്ത സംഭവത്തിൽ കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് സിംഗപ്പൂർ കോടതി ഇന്ത്യൻ പൗരന് 6 മാസം തടവ് ശിക്ഷ വിധിച്ചു. വിമാന ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം മോശം പെരുമാറ്റങ്ങൾ തടയുന്നതിനും കർശനമായ നടപടി വേണമെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.